Good day friends, this is Python Malayalam. Python Malayalamത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഫംഗ്ഷനുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഫംഗ്ഷൻസ്? ഫംഗ്ഷൻസുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൈത്തൺ ലാംഗ്വേജിലെ റീയൂസ് ചെയ്യാൻ കഴിയുന്ന കോഡുകളെയാണ്. ഈ കോഡുകളെ, ഒരു കൂട്ടം കോഡുകളെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീണ്ടും ഉപയോഗിക്കാൻ കഴിയും. ഒരു റിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളതിന് പകരം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ നമ്പോലൻ്റെ ശക്തിമരുന്ന് എന്ന് പറയുന്ന കഥ വായിച്ച ആളുകളാണ്. എനിക്ക് തോന്നുന്നു ബാലമംഗലത്തിലാണ് തോന്നുന്നു. അപ്പോൾ നമ്പോലൻ്റെ ശക്തിമരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അതിഭയങ്കരമായ ശക്തി ഉണ്ടാവുകയും എതിരാളികളായിട്ടുള്ള പട്ടാളക്കാരെയൊക്കെ വായുവിലേക്ക് ഇങ്ങനെ ഇടിച്ച് പറപ്പിക്കുകയും ചെയ്യും. നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്പോലിന് യാത്ര ചെയ്യുകയാണ്. ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് പട്ടാളക്കാരെ കാണുന്നു. നമ്പോലിനെ അവരൊക്കെ ഇടിച്ചു തെറിപ്പിക്കാൻ അപ്പം തന്നെ പച്ചമരുന്ന് വേരുകളും ഒക്കെ പാടെ എടുത്തുകൊണ്ടുവന്ന് ചട്ടിയിട്ട് തീ കത്തിച്ച് മരുന്ന് കതിലിട്ട് തിളപ്പിച്ച് ശക്തി മരുന്നുണ്ടാക്കി കുടിച്ച് എല്ലാവരും തെറിപ്പിക്കുന്നു. അങ്ങനെ ഒക്കെ കുടിച്ച് സംഭവം കഴിഞ്ഞ് കുറേ അങ്ങോട്ട് പോയപ്പോൾ വീണ്ടും കുറേ പട്ടാളക്കാരെ കണ്ടു. അപ്പോൾ നമ്പോലിൻ്റെ അടുത്ത് വീണ്ടും പോയിട്ട് ഇലകളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് വേരുകളെടുത്ത് ചട്ടിയിൽ ഇട്ട് കലക്കി തിളപ്പിച്ച് ശക്തി മരുന്നുണ്ടാക്കി വീണ്ടും പറപ്പിക്കുന്നു. വീണ്ടും ട്രാവൽ ചെയ്യുന്നു. വീണ്ടും ശത്രുക്കളെ കാണുന്നു. ഈ കാണുന്ന പ്രോസസ്സുകളൊക്കെ ചെയ്ത് വീണ്ടും ശക്തി മരുന്നുണ്ടാക്കി കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ല അല്ലേ? നമ്പോലിന് യാത്ര പുറപ്പെടും മുമ്പേ ശക്തി മരുന്നുണ്ടാക്കിയിട്ട് ഒരു വലിയ ബോട്ടിൽ നിറച്ചിട്ട് സഞ്ചിയിലിട്ട് കഴിഞ്ഞാൽ ആവശ്യം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നെടുത്ത് കുടിക്കുക, ഉപയോഗിക്കുക, വീണ്ടും പട്ടാളക്കാരും വീണ്ടും കുറച്ച് കുടിക്കുക, ഉപയോഗിക്കുക. ഇങ്ങനെ അതിനെ റീയൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഫങ്ഷൻസ്. ഒരു തവണ നമ്മളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ നമുക്ക് റീയൂസ് ചെയ്യാം. ശക്തി മരുന്ന് ഒരു പക്ഷേ തീർന്നു പോയേക്കാം, പക്ഷേ ഫങ്ഷൻസ് ഒരിക്കലും തീർന്നു പോകുന്ന പ്രശ്നമില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മൾ മുമ്പ് ഒരു ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് ഫംഗ്ഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതൊരു ഫംഗ്ഷനാണ്, പൈത്തണിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ഫംഗ്ഷൻസിന് 3 പാർട്സ് ആണുള്ളത്. ഒന്ന്, ഫംഗ്ഷൻ ഒരു പേരുണ്ടായിരിക്കും. 2, ഫംഗ്ഷനിലേക്ക് ആവശ്യമായുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും, എന്താണെന്ന് നമുക്ക് പറയുന്നതാണ്. പിന്നെ ഫംഗ്ഷൻ ഒരു ബോഡി ഉണ്ടായിരിക്കും. ഈ 3 കാര്യങ്ങളാണ് ഒരു ഫംഗ്ഷൻ ഉണ്ടാവുക. നമുക്കൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടാക്കി നോക്കാം. ഏതൊരു ഫംഗ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്ന DEF എന്ന് പറയുന്ന ഡെഫ് എന്ന് പറയുന്ന ഒരു വേർഡോട് കൂടിയിരിക്കും. ഡെഫിലാണ് തുടങ്ങുന്ന ഏത് കോഡുകളുടെ കൂട്ടവും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ. പിന്നെ നമുക്കുള്ളത് ഫംഗ്ഷൻ്റെ പേരാണ്. നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് ടെസ്റ്റ് ഫംഗ്ഷൻ എന്നാണ്. ടെസ്റ്റ് ഫംഗ്ഷൻ എന്ന പേരിന് ശേഷം ഒരു പാരന്തസിസ് ഉണ്ടാകും. ഈ പാരന്തസിസിലാണ് നമ്മുടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന സംഗതി. ഫംഗ്ഷൻ പാരന്തസിസ് നിർബന്ധമാണ്. പാരന്തസിസിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന റെഫറൻസ് പോയിന്റുകളാണ് എന്ത്? പാരാമീറ്റേഴ്സ്. പിന്നെ ഒരു കോളൻ എൻ്റർ ചെയ്യുന്നു. പിന്നെ ഫംഗ്ഷൻ്റെ ബോഡി. നമ്മുടെ ഫംഗ്ഷൻ്റെ ബോഡി വളരെ സിമ്പിളാണ്. ഹലോ പെർസെൻറ്റേജ് യെസ്. എന്താണ് പെർസെൻറ്റേജ്? മൈ നെയിം. ഓക്കെ. ഇവിടെ 2. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ടെസ്റ്റ് ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മുടെ പേര്. നമ്മുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് കോഡിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഡയറക്റ്റ് അതിൻ്റെ പേര് വിളിച്ചിട്ടാണ് യൂസ് ചെയ്യുക. ടെസ്റ്റ് ഫംഗ്ഷൻ, അതിൻ്റെ പാരന്തസിസ്, അതിലേക്ക് നമ്മൾ ഒരു പാരാമീറ്റർ ആഡ് ചെയ്യൽ നിർബന്ധമാണ്. എന്താണ്? മൈ നെയിം എന്നുള്ളത് നമുക്ക് കൊടുക്കാം. നമ്പോലൻ. ഓക്കെ. ഹലോ നമ്പോലൻ. എന്താ ചെയ്ത്? ഇതിലേക്ക് കൊടുത്ത പാരാമീറ്ററിനെ അതിൻ്റെ ബോഡിയിലേക്ക് സ്വീകരിച്ച് അതെവിടെയാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അവിടെ വെച്ചു. ഹലോ പെർസെൻറ്റേജസിന് പകരം മൈ നെയിം, ഹലോ നമ്പോലൻ കൊടുത്തു. അതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ നമുക്ക് വേറെ ആരെ കാണുമ്പോഴും നമുക്ക് ടെസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. സൂത്രൻ. ഹലോ സൂത്രൻ ടെസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെ നമുക്ക് മറ്റൊരാളെ കാണാണ്. പൂച്ചപ്പോലീസ്. ഹലോ പൂച്ചപ്പോലീസ്. അതാണ് ടെസ്റ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. നമ്മൾ ടെസ്റ്റ് ഫംഗ്ഷൻ അടിച്ചിട്ട് പാരാമീറ്ററുകൾ ഒന്നും അതിൽ സ്പെസിഫൈ ചെയ്താൽ സങ്കല്പിക്കുക. അവിടെ എറർ എഴുതി കാണിക്കും. ടൈപ്പ് എറർ, ടെസ്റ്റ് ഫംഗ്ഷൻ മിസ്സിംഗ് ഓൺ റിക്വയർഡ് പൊസിഷണൽ ആർഗ്യുമെന്റ് മൈ നെയിം. ഇതിൻ്റെ ഉള്ളിൽ ഒരു ആർഗ്യുമെന്റ്, ഒരു പാരാമീറ്റർ മിസ്സിംഗ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ പാരാമീറ്റർ ഉള്ള ഫംഗ്ഷനുകളിൽ പാരാമീറ്റർ ഇതിൻ്റെ ഉള്ളിൽ എൻ്റർ ചെയ്യൽ നിർബന്ധമാണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഇത് മനസ്സിലായി കാണും. അതേസമയം ഒന്നിലധികം പാരാമീറ്റർ നമുക്ക് കൊടുക്കാം. ഉദാഹരണത്തിന് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം. നമ്മൾ ഇവിടെ പെർസെൻറ്റേജസ്, ഇവിടെ ഒരു പെർസെൻറ്റേജസ്, ഇവിടെ നമ്മൾ അത് 2 എൻ്റർ ചെയ്യാം. ഓക്കെ.
ഇത് നമ്മൾ റൺ ചെയ്യാം. ടെസ്റ്റ് ഫംഗ്ഷൻ വീണ്ടും നമ്മൾ വിളിക്കുന്നു. 2 പൊസിഷണൽ ആർഗ്യുമെന്റ്സ് നിർബന്ധമാണ്. സൂത്രൻ ശരു പറയുന്നു. ഹലോ സൂത്രൻ ശരു എന്ന് പറയുന്ന 2 പാരാമീറ്ററുകളെ അത് ഈ സ്ട്രിങ്ങിലേക്ക് പ്രോസസ്സ് ചെയ്ത് ആഡ് ചെയ്ത് പ്രിന്റ് ചെയ്തു. ഓക്കെ, നമുക്ക് ഇവിടെ വേറെ ആരുടെ പേര് വേണമെങ്കിലും പ്രിന്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മൾ നേരത്തെ ഒന്നും പാരാമീറ്ററായിട്ട് ഒന്നും നൽകാതെ എറർ കാണിച്ചു. നമ്മൾ രണ്ടിലധികം പാരാമീറ്ററുകൾ ഈ ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നു വിചാരിക്കും. യഥാർത്ഥത്തിൽ 2 പാരാമീറ്ററുകൾ നമ്മളിവിടെ കൊടുത്തത്, പക്ഷെ 3 നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ആകുമ്പോഴും അത് റോങ് ആവും. ടേക്സ് 2 പൊസിഷണൽ ആർഗ്യുമെന്റ്സ് ബട്ട് 3 were given. 2 എടുക്കും, 3 കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടൊരു ആർഗ്യുമെന്റ് റേസ് ചെയ്തു. പലപ്പോഴും നമ്മുടെ ഫംഗ്ഷനുകളുടെ പ്രധാനപ്പെട്ട പണി എന്താണെന്ന് വെച്ചാൽ അതൊരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുള്ളതാണ്. അതായത് നമ്മളൊരു പണി കൊടുക്കുകയാണ്. അതായത് നമ്മൾ ശക്തി മരുന്ന് കുടിക്കുമ്പോൾ വെറുതെ കുടിക്കുകയല്ലേ ചെയ്യുന്നത്, കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ ശക്തി ലഭിക്കുന്നു എന്നതുപോലെ റിട്ടേൺ ചെയ്യും ഒരു വാല്യൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അതിനെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നു. ഉദാഹരണം, നമുക്ക് ഇൻകം, എക്സ്പെൻസ് എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. റിട്ടേൺ എന്താണ്? ഇൻകം മൈനസ് എക്സ്പെൻസ്. ഓക്കെ, ഇതാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ടെസ്റ്റ് ഫംഗ്ഷൻ നമുക്ക് 10,000 രൂപ ഇൻകം ആണ്, 5,000 രൂപ ചിലവാണ്. സാധാരണ 10,500 ആയിരിക്കും ചിലവ്, ഏതായാലും 500. ഓക്കെ, അതെന്ത് ചെയ്തു? നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് അതൊന്നും കൊടുത്തിട്ടില്ല, പക്ഷെ റിട്ടേണിൽ 5,000 രൂപ റിട്ടേൺ അടിച്ചു. അപ്പം നമ്മൾ ഒരു കോഡിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് വെച്ചിട്ട് ഈ ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ ആയിട്ട് നമുക്ക് ഇവിടെ കൊടുത്ത പാരാമീറ്റർക്ക് അനുസൃതമായിട്ടുള്ള റിട്ടേൺ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ആ രൂപത്തിലാണ് നമ്മൾ ഫംഗ്ഷനുകൾ യൂസ് ചെയ്യുക. ഫംഗ്ഷനുകളെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫംഗ്ഷനുകളെ കുറിച്ച് ധാരണ കുറച്ചുകൂടി നന്നായി മനസ്സിലാകും. ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതുവരെ നിങ്ങൾ ഇതുവരെ പഠിച്ച കോഡുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഗ്രാമറായി മാറാൻ കഴിയുകയുള്ളൂ. പൈതൺ മലയാളം ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.